ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ആണ് കേട്ടോ. ഓവേഴ്സിയർ ലെവൽ എക്സാമുകൾക്ക് ടിമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം അല്ലേ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സൈസ് ഓഫ് പിൻ നോട്ട് ഈസ്. സൈസ് ഓഫ് പിൻ നോട്ട് ഈസ്. പിൻ നോട്ടിൻ്റെ സൈസ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട് അപ് ടു 6.5 mm ഡയാ, and between 6.5 mm and 20 mm dia, between 20 mm and 40 mm dia, greater than 40 mm dia. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ അറിയേണ്ടത്? ആദ്യം നോട്ട് എന്താണെന്നുള്ളത് അറിയണം അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ടിമ്പർ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം നോട്ട് എന്താ, ടിമ്പറിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് അല്ലേ. നാച്ചുറൽ ഫോഴ്സസിൻ്റെ എഫക്റ്റ് മൂലം ടിമ്പറിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ നോട്ടായിട്ട് പറയാറുള്ളത്. എങ്ങനെയാണ് നോട്ട് ഉണ്ടാകുന്നത്? നമ്മൾ ടിമ്പറിലെ ബ്രാഞ്ച് കട്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് കട്ട് ചെയ്ത് പോയ ഭാഗത്ത് കാലക്രമേണ ന്യൂട്രിയൻസ് ഒക്കെ വന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഡാർക്ക് കളറിലുള്ളൊരു റിംഗ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ നോട്ട് എന്ന് വിളിക്കാറുള്ളത് അല്ലേ. അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഹാർഡ് റിംഗ് ആണ്, ഒരു ഡാർക്ക് ഹാർഡ് റിംഗ് ആണ്. ഈ ഒരു നോട്ടിനെ നമുക്കതിൻ്റെ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ സൈസ് എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ നോട്ടിനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സോ അതിൽ വരുന്ന ഓരോ ടൈപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നോട്ടിനെ നമ്മൾ പിൻ നോട്ട് എന്ന് വിളിക്കാറുണ്ട്. എപ്പോഴാണ് പിൻ നോട്ട് എന്ന് വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ടിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 6.5 mm വരെയാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ നോട്ടിനെ എന്ത് വിളിക്കുക? പിൻ നോട്ട് എന്ന് വിളിക്കാറുള്ളത്. ഇനി ഒരു നോട്ടിനെ നമുക്ക് സ്മോൾ നോട്ട് എന്ന് വിളിക്കാം. സ്മോൾ നോട്ട് എന്ന് വിളിക്കാം. എപ്പോഴാണ് സ്മോൾ നോട്ട് എന്ന് വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 6.5 mm അതുപോലെ 20 mm ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ആ നോട്ടിനെ എന്ത് വിളിക്കാം? സ്മോൾ നോട്ട് എന്ന് വിളിക്കാം. ദെൻ അടുത്തൊരു ടൈപ്പാണ് മീഡിയം നോട്ട്. മീഡിയം നോട്ടാണ്. മീഡിയം നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 20 mm 40 mm ഇടയ്ക്കാണ്. 20 mm 40 mm ഇടയ്ക്കാണ്. ഇനി നമ്മൾ എടുക്കുന്ന ഒരു നോട്ടിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 40 mm ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 40 mm ആണെങ്കിൽ ആ നോട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാർജ് നോട്ട് എന്ന് വിളിക്കാം. ലാർജ് നോട്ട് എന്ന് വിളിക്കാം. കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ നോട്ട് എന്ന് പറയുന്ന ഡിഫക്റ്റിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ എന്താണ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് കട്ട് ചെയ്ത ഭാഗത്ത് എന്താ ഒരു ഡാർക്ക് റിങ് പോലെ ഫോം ചെയ്യണതിനെയാണ് നമ്മൾ നോട്ട് എന്ന് വിളിക്കുക. അതിൻ്റെ സൈസിൻ്റെ ബേസിൽ നമ്മൾ അതിനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? പിൻ നോട്ടിന് എത്ര സൈസാണ് ഉണ്ടാവുക എന്നല്ലേ ചോദിച്ചത്. സോ പിൻ നോട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? 6.5 mm വരെ ഡയാമീറ്റർ ഉള്ള നോട്ടുകളെയാണ് നമ്മൾ പിൻ നോട്ട് എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ, അപ് ടു 6.5 mm ഡയാ. എല്ലാവർക്കും മനസ്സിലായല്ലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് എന്ന് നോക്കാം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും ഒരു ഡിഫക്റ്റിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. ടിമ്പറിൽ ഒരുപാട് ചോദ്യങ്ങൾ ഡിഫക്റ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ചോദ്യം എന്താണെന്ന് നോക്കാം. ദ ഡിഫക്റ്റ് ഇൻ ടിമ്പർ വിച്ച് ഈസ് ഡ്യൂ ടു ഓവർ മെച്യൂരിറ്റി ഓർ ബൈ പുവർ വെന്റിലേഷൻ ഡ്യൂറിങ് സ്റ്റോറേജ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഓവർ മെച്യൂരിറ്റി കാരണമോ അല്ലെങ്കിൽ സ്റ്റോറേജ് ടൈമിലെ പുവർ വെന്റിലേഷൻ കാരണമോ ഒരു ടിമ്പറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം. എന്താണ് വിളിക്കുന്നത്? ഫോക്സിനെസ് അല്ലേ. ഫോക്സിനെസ് എന്നാണ് നമ്മൾ ആ ഒരു ഡിഫക്റ്റിനെ വിളിക്കാം. അപ്പോൾ എന്താ ഫോക്സിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു. ഒന്നുകിൽ ഓവർ മെച്യൂരിറ്റി ആയി പോവാൻ മരം, അല്ലെങ്കിൽ അത്
എന്ത് ചെയ്യാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ ഇല്ല. പിന്നെ നമ്മൾ പറയും മാർഷി ആയിട്ടുള്ള ലാൻഡിലാണ് ഒരു മരം വളർന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിത്തിന് ചുറ്റും നമുക്കൊരു യെല്ലോ അല്ലെങ്കിൽ ഒരു റെഡിഷ് ടിഞ്ച് കാണാനായിട്ട് സാധിക്കുക. ഒരു യെല്ലോ അല്ലെങ്കിൽ റെഡിഷ് ടിഞ്ച് കാണാനായിട്ട് സാധിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ആ ഒരു ഡിഫക്റ്റിനെയാണ് ഫോക്സിനെസ് എന്ന് പറയാം. സോ ഫോക്സിനെസ് എന്ന് പറയുന്നത് റെഡ് ഓർ yellow tinge around the pith. പിത്തിന് ചുറ്റും ഇതുപോലെ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ഫോക്സിനെസ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഡിഫക്റ്റുകളും കൂടി എന്താണെന്ന് നോക്കാം. ബാക്കി ഇനി എന്താ തന്നിട്ടുള്ളത്? ഡ്രഗ്സിനെസ് തന്നിട്ടുണ്ടല്ലേ. ഈ ഒരു ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫോക്സിനെസ് ആണെങ്കിലും ഡ്രഗ്സിനെസ് ആണെങ്കിലും അപ്സെറ്റ് ആണെങ്കിലും ഇതൊക്കെ എന്ത് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ്? ഇതെല്ലാം നാച്ചുറൽ ഫോഴ്സസിന്റെ എഫക്റ്റ് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റുകളാണ്. നാച്ചുറൽ ഫോഴ്സസിന്റെ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. ഇവിടെ കേസ് ഹാർഡനിങ് മാത്രമാണ് എന്ത് മൂലം ഉണ്ടാകുന്നത്? സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് കേട്ടോ. സീസണിങ് കാരണം അതും ചോദിക്കാറുണ്ട്. 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏത് ഡിഫക്റ്റ്, ഒരു ഡിഫക്റ്റ് എന്ത് കാരണം കൊണ്ട് ഉണ്ടാവുന്നതാന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയൊക്കെ ചോദിക്കാം. സോ ഇവിടെ കേസ് ഹാർഡനിങ് മാത്രം സീസണിങ് കൊണ്ട് ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ എന്താ? ഡ്രഗ്സിനെസ് ആണ് പറഞ്ഞത് അല്ലേ. ഡ്രഗ്സിനെസ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു മരം നമ്മൾ എടുക്കുകയാണ്. ആ മരത്തിനെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല മരമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഞാനത് മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ്? നിറച്ച് വൈറ്റ് സ്പോട്ടിങ്ങുകൾ കാണാനായിട്ട് പറ്റുക. അങ്ങനെ വൈറ്റ് സ്പോട്ടിങ്ങുകൾ കണ്ടാൽ പിന്നെ ആ മരം നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ഡ്രഗ്സിനെസ് എന്ന് വിളിക്കാറുള്ളത്. വൈറ്റ് ഡീക്കേയ്ഡ് സ്പോട്ട് concealed by healthy wood. അതിനെയാണ് നമ്മൾ ഡ്രഗ്സിനെസ് എന്ന് പറയാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ മരം നല്ല ഭംഗിയുള്ള നല്ല മരമായിട്ട് കാണും. ബട്ട് മുറിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എന്ത് കാണാൻ പറ്റുക? വൈറ്റ് കളറിലുള്ള സ്പോട്ടുകൾ കാണാനായിട്ട് പറ്റുക. അതിനെ നമുക്ക് ഡ്രഗ്സിനെസ് എന്ന് വിളിക്കാം. ദെൻ അടുത്ത ഡിഫക്റ്റ് ആയിട്ട് ആരെയാ തന്നേക്കണേ? അപ്സെറ്റ് ആണല്ലേ തന്നിട്ടുള്ളത്. അപ്സെറ്റ് അതിൻ്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്സെറ്റ് അല്ലെങ്കിൽ നമുക്കിതിനെ റപ്ചർ എന്ന് പറയാം. അപ്സെറ്റ് അല്ലെങ്കിൽ നമുക്കിതിനെ റപ്ചർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ മരം മുറിച്ചത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ, ഇംപ്രോപ്പർ ഫെല്ലിങ് കാരണം മരം മുറിച്ചത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യങ്ങർ ഏജിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡിന്റെ എഫക്റ്റ് കാരണോ വുഡിലുള്ള ഫൈബറുകൾ ക്രഷായി പോകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്സെറ്റ് അല്ലെങ്കിൽ റപ്ചർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വുഡ് ഫൈബറുകൾ ഇതാ ഇങ്ങനെ ക്രഷ്, ഈ ഒരു ഫൈബറുകൾ ഇതാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന ഫൈബറുകളായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? നമ്മൾ മരം മുറിച്ചത് ശരിയല്ലാണ്ടോ അല്ലെങ്കിൽ കാറ്റിൻ്റെ എഫക്റ്റ് മൂലം ഫൈബറുകൾ ക്രഷായിട്ട് ഈ രീതിയിലായിട്ട് മാറി. ഈ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ അപ്സെറ്റ് അല്ലെങ്കിൽ റപ്ചർ എന്ന് പറയാറുള്ളത്. സോ എന്താണ് അപ്സെറ്റ് അല്ലെങ്കിൽ റപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വുഡ് ഫൈബർ injured by crushing or compression. അതിനെയാണ് നമ്മൾ അപ്സെറ്റ് അല്ലെങ്കിൽ റപ്ചർ എന്ന് പറയാറുള്ളത്. ദെൻ പിന്നെ നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒരാൾ ആരായിരുന്നു? കേസ് ഹാർഡനിങ് ആണല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞു കേസ് ഹാർഡനിങ് എന്ന് പറയുന്ന ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് സീസണിങ് ആണ്. സീസണിങ്ങിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ്. അപ്പം എന്താ കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സീസൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ നാച്ചുറൽ സീസണിങ് ഒക്കെ ആണെങ്കിൽ ബോട്ടം പോർഷനിൽ ഇരിക്കുന്ന ഒരു ടിമ്പർ പീസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഡ്രൈ ആവും. എന്നാൽ ഇന്നർ സൈഡ് എന്ന് പറയുന്നത് എന്തുണ്ടാവില്ല? അത്രത്തോളം ഔട്ടർ സൈഡിനെ വെച്ച് നോക്കുമ്പോൾ ഇന്നർ സൈഡ് എന്തായിട്ടുണ്ടാവില്ല? ഡ്രൈ ആയിട്ടുണ്ടാവില്ല. അപ്പം
അങ്ങനെ ഔട്ട്സൈഡ് ഓവറായിട്ട് ഡ്രൈ ആയിട്ട് അത് കംപ്രഷൻ മൂലം ഷ്രിങ്ക് ആകുകയും ഇന്നർ സൈഡ് അത്രത്തോളം ഡ്രൈ ആവാണ്ട് അവിടെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ കേസ് ഹാർഡനിങ് എന്ന് പറയാം. അപ്പം എന്താ, ഒരു മരം നമ്മൾ സീസൺ ചെയ്യാൻ വെച്ചപ്പോൾ ഔട്ട്സൈഡ് ഓവറായിട്ട് ഡ്രൈ ആയിട്ട് ഷ്രിങ്ക് ആവാണ്, എന്നാൽ ഇന്നർ സൈഡ് ഔട്ട്സൈഡിനെ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഔട്ട്സൈഡിൽ ഒരു കംപ്രഷനും ഇൻസൈഡിൽ ഒരു ടെൻഷനുമായിട്ടാണ് അവിടെ ഫോം ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിഫക്റ്റിനെ നമുക്ക് കേസ് ഹാർഡനിങ് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ exposed surface of timber dries rapidly it shrink under compression. Then interior part not completely dried under tension. സോ അതാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്ന ഡിഫക്റ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു IS കോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. As per IS 399, the classification of commercial timbers and their zonal distribution, അതാണ് IS 399 എന്ന് പറയുന്ന കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം. അതാണ് ആ കോഡിന്റെ പേരെന്ന് പറയുന്നത്. സോ ഇവിടെ XYZ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: അവൈലബിലിറ്റി, ഡ്യൂറബിലിറ്റി, ട്രീറ്റബിലിറ്റി. അപ്പോൾ ഒരു IS 399 കോഡിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു XYZ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഒരു ടിമ്പറിൻ്റെ അവൈലബിലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അവൈലബിലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ടിമ്പറിനെ അതിൻ്റെ അവൈലബിലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം X, Y, Z ഇങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ട മരങ്ങളെ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ടാണ് പറയാം. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മരങ്ങളായിട്ടാണ് പറയാം. എന്തുകൊണ്ടാണ് അതിനെ മോസ്റ്റ് കോമൺ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നമുക്ക് 1415 മീറ്റർ ക്യൂബ് അതിൽ കൂടുതലോ നമുക്ക് കിട്ടും, നമുക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള മരങ്ങളെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന മോസ്റ്റ് കോമൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആണ്. കോമൺ എന്നാണ് വൈനെ പറയുക. അവിടെ നമുക്ക് ഒരു വർഷത്തിൽ 355 മീറ്റർ ക്യൂബ് മുതൽ 1415 മീറ്റർ ക്യൂബ് വരെ ഈ ഒരു അളവിലുള്ള മരമായിരിക്കും നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ കോമണിൽ ഉൾപ്പെടുത്തുക, വൈ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. ഇനി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് കോമൺ ആണ്. അതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ലെസ് ദാൻ 355 മീറ്റർ ക്യൂബ് മാത്രമാണ് ഒരു വർഷത്തിൽ നമുക്കൊരു ടിമ്പർ അവൈലബിൾ ആവുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതാണ് അവൈലബിലിറ്റിയുടെ ബേസിലുള്ള ഒരു മരത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ അല്ല, അതിനിങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ IS കോഡ്. മനസ്സിലായല്ലോ? ഇനി ഓപ്ഷനിൽ വേറെ 2 ആൾക്കാരും കൂടി തന്നിട്ടുണ്ടല്ലേ, ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ ട്രീറ്റബിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്യൂറബിലിറ്റിയുടെ ബേസിലും ട്രീറ്റബിലിറ്റിയുടെ ബേസിലും കോഡിൽ നമ്മുടെ ടിമ്പറിനെ ക്ലാസിഫൈ ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ നമ്മുടെ മരത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന്. ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ നമ്മൾ ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ ഒരു മരത്തിനെ അതിൻ്റെ ലൈഫ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഹൈ ഡ്യൂറബിൾ ടിമ്പർ, മോഡറേറ്റ് ഡ്യൂറബിൾ ടിമ്പർ, അതുപോലെ ലോ ഡ്യൂറബിൾ ടിമ്പർ. ഇങ്ങനെയാണ് നമ്മൾ ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. എപ്പോഴാണ് ഒരു ടിമ്പറിനെ നമ്മൾ ഹൈലി ഡ്യൂറബിൾ ആണ് എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും?
120 month or more ആയിരിക്കും. 120 മാസമോ അതിൽ കൂടുതലോ ലൈഫുള്ള മരങ്ങളെ നമുക്ക് ഹൈ ഡ്യൂറബിൾ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഇതിനെ ഇയേഴ്സ് ആയിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. 120 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം. 10 വർഷമോ അതിൽ കൂടുതലോ ഒരു ടിമ്പർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹൈ ഡ്യൂറബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇനി ഒരു മരത്തിൻ്റെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് 60 മാസത്തിനും 120 മാസത്തിനും ഇടയിലാണെങ്കിൽ, അതായത് 5 വർഷത്തിനും 10 വർഷത്തിനും ഇടയിലാണ്. ഇപ്പോൾ ഒരു മരത്തിൻ്റെ ലൈഫ് 60-ൽ കുറവും ആയിരിക്കില്ല, 120-ൽ കൂടുതലും ആയിരിക്കില്ല. അതായത് 60-നും 120-നും ഇടയ്ക്കാണ് അതിൻ്റെ ആവറേജ് ലൈഫ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് മോഡറേറ്റ് ഡ്യൂറബിൾ ആയിട്ട് പറയാം. ഇനി ഒരു മരത്തിൻ്റെ ലൈഫ് ലെസ് ദാൻ 60 മന്ത് ആണെങ്കിൽ, 60 മാസത്തിൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം 5 വർഷത്തിൽ താഴെയാണെങ്കിൽ ആ മരത്തിനെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും? അങ്ങനെയുള്ള മരത്തിനെ ലോ ഡ്യൂറബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ ഹയർ സ്കോർഡ് ടിമ്പറിന് കൊടുത്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലേ, ട്രീറ്റബിലിറ്റി. സോ ട്രീറ്റബിലിറ്റിയുടെ ബേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, ഇത് ഡെറാഡൂണിൽ നമ്മുടെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ ഒരു ട്രീറ്റബിലിറ്റി ടെസ്റ്റിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ ടിമ്പറിനെ ക്രിയോസോട്ട് ഓയിൽ അല്ലെങ്കിൽ വാട്ടർ ബോൺ പ്രിസർവേറ്റീവുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് നോക്കുകയാണ്, ടെസ്റ്റുകൾ ചെയ്ത് നോക്കുകയാണ്. അവിടെ എന്താണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിസർവേറ്റീവിൻ്റെ പെനിട്രേഷൻ ഒരു ഹേർട്ട് വുഡ് എത്രത്തോളമാണ് റെസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുക. ട്രീറ്റബിലിറ്റിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹേർട്ട് വുഡ് പോർഷൻ ഈ ഒരു പ്രിസർവേറ്റീവുകളുടെ പെനിട്രേഷനെ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ടെസ്റ്റിൽ നോക്കുന്നത്. അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അതിൻ്റെ ബേസിലാണ് ട്രീറ്റബിലിറ്റിയുടെ രീതിയിൽ മരത്തിനെ ക്ലാസിഫൈ ചെയ്തത്. 5 രീതിയിലായിരുന്നു ക്ലാസിഫൈ ചെയ്തത്. ആ 5 രീതിയുടെ പേരുകൾ എന്താന്ന് പറഞ്ഞുതരാം. ഒന്നാണ് ഹേർട്ട് വുഡ് ഈസിലി ട്രീറ്റബിൾ. അതായത് നമുക്ക് ഈസി ആയിട്ട് അതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അതിലേക്ക് പ്രിസർവേറ്റീവ് കടന്നു പോകും. അതാണ് ഹേർട്ട് വുഡ് ഈസിലി ട്രീറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ഹേർട്ട് വുഡ് ട്രീറ്റബിൾ ബട്ട് കംപ്ലീറ്റ് പെനിട്രേഷൻ ഓഫ് preservative not always obtained നമുക്കത് എല്ലായ്പ്പോഴും എന്തില്ല, കിട്ടില്ല. എല്ലായ്പ്പോഴും അത് പെനിട്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ദെൻ നെക്സ്റ്റ് വൺ ഹേർട്ട് വുഡ് ഓൺലി partially treatable. Then fourth type ആണ് ഹേർട്ട് വുഡ് refractory to treatment. Then ലാസ്റ്റ് ആയിട്ട് ഒരു ടൈപ്പ് പറയുന്നത് ഹേർട്ട് വുഡ് വെരി റിഫ്രാക്ടറി ടു ട്രീറ്റ്മെൻറ്റ്. അതായത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ളതാണ് വെരി റിഫ്രാക്ടറി ടു ട്രീറ്റ്മെൻറ്റിൽ വരിക. അപ്പം ഇങ്ങനെയാണ് ട്രീറ്റബിലിറ്റിയുടെ ബേസിൽ മരത്തിന് ഒരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ IS 399 എന്ന് പറയുന്ന കോഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര ചോദ്യങ്ങൾ നോക്കി? 3 ചോദ്യങ്ങൾ നോക്കിയല്ലേ. നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഓവർസിയർ PWD ഗ്രേഡ് 2 എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ പഠിക്കാൻ റെഡിയായി, എക്സാമിന് അപ്ലൈ ചെയ്ത് പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു സന്തോഷ വാർത്തയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ സൈലം ടെക്നിക്കൽ കോഴിക്കോട്
ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഒരു ഓവർസിയർ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത്. ഏപ്രിൽ 4 മുതലാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി പഠിക്കാനും ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് വരാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പാക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം ഇതാണ്. ആസ് പെർ IS 14315 1995 the maximum thickness of commercial veneer. വെനീറിൻ്റെ മാക്സിമം തിക്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ വെനീറിൻ്റെ മാക്സിമം തിക്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ആൻസർ വരിക? 6 mm ആണ്. 6 mm ആണ്. എന്താ വെനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വുഡിൻ്റെ തിൻ സ്ലൈസിനെയാണ് അല്ലേ നമ്മൾ വെനീർ എന്ന് വിളിക്കുക. തിൻ സ്ലൈസസ് ഓഫ് വുഡ്. നമ്മൾ പൊട്ടറ്റോ ഒക്കെ പീലർ വെച്ച് പീൽ ചെയ്തെടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ മരത്തിനെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ്, സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? വെനീർസ് എന്ന് വിളിക്കാറുള്ളത്. ഈ വെനീർസിൻ്റെ സൈസ് നമ്മൾ പറയാറുള്ളത് 0.4 mm മുതൽ 6 mm വരെ തിക്നെസ്സിലുള്ള വെനീഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. 0.4 mm മുതൽ 6 mm വരെ തിക്നെസ്സിലുള്ള വെനീർ ഷീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ വെനീർ ഷീറ്റുകൾ യൂസ് ചെയ്ത് നമുക്ക് പ്ലൈവുഡ്, ലാമിൻ ബോർഡ്, ബാറ്റൺ ബോർഡ് പോലെയുള്ള പല ഇൻഡസ്ട്രിയൽ ഫോം ഓഫ് ടിമ്പറുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് വെനീഴ്സിൻ്റെ യൂസ് ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ടിമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്. നമ്മൾ 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അവസാനത്തെ ചോദ്യം ഇതാണ്. ദ ഡിഫക്റ്റ് ഓഫ് ടിമ്പർ ഇൻ വിച്ച് ഔട്ടർ സർഫസ് ഓഫ് ദ ടിമ്പർ ഈസ് അണ്ടർ കംപ്രഷൻ ആൻഡ് ഇന്റീരിയർ സർഫസ് ഈസ് അണ്ടർ ടെൻഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ. ഔട്ടർ സർഫസ് കംപ്രഷനിലും ഇന്നർ സർഫസ് ടെൻഷനിലുമായിട്ട് ഇരിക്കുന്നത് ഏത് ടൈപ്പ് ഡിഫക്റ്റിലാണ്? ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഏതാണ്? കേസ് ഹാർഡനിങ് അല്ലേ. കേസ് ഹാർഡനിങ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ഓപ്ഷനിൽ വേറെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ആരൊക്കെയാണ്? ട്വിസ്റ്റ് ഉണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്, വാർപ്പ് ഉണ്ട്. ഇതൊക്കെ എന്താ? ഇതൊക്കെ ഒരു ടിമ്പറിൽ സീസണിങ് ചെയ്തത് ശരിയായില്ലെങ്കിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റുകളാണ് അല്ലേ. നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കിയാലോ. ഇതാ ട്വിസ്റ്റ് കാണുന്നുണ്ട്. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ട്വിസ്റ്റ് ആണ്. എന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്വിസ്റ്റ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിമ്പർ സ്പൈറലി ഒന്ന് ഡിസ്ട്രോട്ടഡ് ആവുക. സ്പൈറലി ടിമ്പർ ഡിസ്ട്രോട്ടഡ് ആയി പോകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ട്വിസ്റ്റ് എന്ന് വിളിക്കാറുള്ളത് അല്ലേ. ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി സ്പ്ലിറ്റ്. എന്താ സ്പ്ലിറ്റ്? എൻ്റെ അടുത്തൊരു ടിമ്പർ പീസ് ഉണ്ട്. ആ ടിമ്പർ പീസ് ഞാൻ സീസൺ ചെയ്ത സമയത്ത് ക്രാക്ക് ഉണ്ടാവുകയാണ്. അത് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പ്ലിറ്റ് എന്ന് വിളിക്കും. ടിമ്പർ പീസിലൊരു എന്തുണ്ടാവുക? ക്രാക്ക് ഉണ്ടാവുകയാണ്. അത് വുഡിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എന്ത് ചെയ്യാണ്? എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ക്രാക്ക് ഫോം ചെയ്തതിനെ നമുക്ക് സ്പ്ലിറ്റ് എന്ന് വിളിക്കാം. പിന്നെ ഒരു ഡിഫക്റ്റ് തന്നിട്ടുള്ളത് ഏതാ? വാർപ്പാണ് അല്ലേ. പിന്നെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അല്ലേ. പിന്നെ ഓപ്ഷനിൽ നമുക്ക് വാർപ്പ് തന്നിട്ടുണ്ട്. വാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മരം എന്ത് ചെയ്യുക? സീസണിങ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് മാറിപ്പോവുക. ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് വാർപ്പെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് പുതിയ സെഷനുകളിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.